Hi dears, welcome to Achus design. ഇന്ന് നമ്മൾ ഒരു ബ്ലാക്ക് ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 3 കളർ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് മജന്തയാണ്, ലൈറ്റ് റോസ്, അതുപോലെ ഗ്രീൻ കളറാണ്. പിന്നെ നമുക്ക് ഈ ഒരു റെയിൻബോ കട്ട് ബീഡ്സും കൂടെ വേണം. അപ്പോൾ അതിൻ്റെ ത്രെഡ് വന്നിട്ട് പിന്നെ ഡാർക്ക് മജന്ത ഷെയ്ഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ക്യാമറയ്ക്കകത്ത് വന്നതുകൊണ്ടാണ് ആ ഒരു കളറിൽ കാണുന്നത്. അപ്പോൾ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ആദ്യം ഫ്ലവേഴ്സ്, അതായത് കുറച്ച് വേറെ ഫ്ലവേഴ്സ് നമ്മുടെ യോക്കിൻ്റെ പോർഷനിൽ വന്നിട്ടുണ്ട്. വേറെ യോക്കിൻ്റെ പോർഷനിലെ ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ സ്റ്റെമ്മ്, ലീഫ് ഒക്കെ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. നെക്ക് പിന്നെ നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്കൊരു 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് യോക്ക് പോർഷനിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈനൊക്കെ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സും സ്റ്റെമ്മും ലീഫും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ കട്ട് ബീഡ്സും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ റൗണ്ട് 3 റൗണ്ട് കണ്ടില്ല മുകൾ ഭാഗത്തായിട്ട്. അപ്പോൾ അതിൽ ഒരു റൗണ്ടിൽ നമുക്ക് ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഒരു പെറ്റിൽ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം രണ്ടാമതൊരു പെറ്റിലൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പെറ്റിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ പെറ്റിലും എടുത്തിട്ട് നമുക്കൊരു 5 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ത്രെഡ് ഒന്ന് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ താഴേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 പെറ്റിൽ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ട് വേണം ത്രെഡ് എടുക്കാനായിട്ട്. എന്നിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് അടുത്ത പെറ്റിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു 13 ടൈംസ് നീഡിലൊന്ന് ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ ചെയ്ത ആ പെറ്റിലിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് കൂടി അടുത്ത പെറ്റിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പെറ്റിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് വേണം അടുത്ത പെറ്റിൽ ചെയ്ത് പോരാനായിട്ട്. എങ്കിലും നമുക്ക് കറക്റ്റ് റോസ് ഫ്ലവറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത പെറ്റിലിൻ്റെ സെൻറ്റർ ഭാഗത്തോടെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഒരു 13 ടൈംസ് നീഡിലൊന്ന് ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടി കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്ലവർ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയ ഒരു 8 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ഫ്ലവേഴ്സ് വീണ്ടും അതിന് ചുറ്റിനും ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രെഡിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബുള്ളിയൻ സ്റ്റിച്ച് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി 2 ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അത് രണ്ടും ചെയ്യുന്നത് റിംഗ് നോട്ട് സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ലൈറ്റ് റോസ് കളറിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് ക്യാമറയിൽ വന്നതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ത്രെഡ് ഡാർക്ക് മജന്ത ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു ഫ്ലവർ ഡാർക്ക് മജന്ത ഷെയ്ഡാണ്. പിന്നെ ഈ ഒരു റിംഗ് നോട്ട് ചെയ്യുന്ന ത്രെഡ് ലൈറ്റ് റോസ് ഷെയ്ഡുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ റിംഗ് നോട്ട് ഓരോ പെറ്റിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഉള്ള കുറച്ച് ഗ്യാപ്പുണ്ട്, അതാണ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ഫ്ലവറും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. അത് ആ ഒരു സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെ 2 റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെമ്മാണ് കേട്ടോ. സ്റ്റെം ചെയ്യാനായിട്ട് ഒരു നീഡിലിൽ ഞാൻ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2 ആയിട്ട് മടക്കിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തീരെ കട്ടി കുറഞ്ഞ ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റിച്ചും ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അകത്തൂടി വേണം നീഡിലെടുക്കാനായിട്ട്. എങ്കിലേ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്തതിൻ്റെ ട്യൂട്ടോറിയലായിട്ടുള്ള വീഡിയോസൊക്കെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റെമ്മിൽ നമ്മൾ ഒരു ലൈന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഒരേ പോലെ തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് വീണ്ടും ചെയ്ത് കൊടുക്കണം. തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് അടുപ്പിച്ച് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഒരു ലെയറും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊരു കട്ടിയായിട്ട് ആ ഒരു സ്റ്റെം ഒന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഫിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ട് സൈഡിലും നമുക്ക് ലീഫ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പെൻസിൽ മാർക്കർ യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക് എന്താ ഇതുപോലെ ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലീഫും കൂടെ നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു 4 സ്ട്രാൻഡ്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ഒരു സൈഡിൽ നിന്ന് നമുക്കിതാ ഇതുപോലെ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് തീർന്നു. ബാക്കിയൊക്കെ നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.